22ാമത് ചാത്തന്നൂർ സബ് ജില്ലാ കായികമേളയിൽ മൈതാനത്തിലെ പാകപ്പിഴകൾ ചൂണ്ടിക്കാട്ടി കായിക താരങ്ങളുടെ രക്ഷകർത്താക്കൾ രംഗത്തെത്തി. സബ് ജില്ലാ കായികമേള സംഘടിപ്പിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ അധികാരിയുടെ ശ്രദ്ധക്കുറവ് കായികമേള മേൽനോട്ടക്കാരായി എത്തിയിരിക്കുന്ന കായിക അധ്യാപകർക്ക് എന്തും കാണിക്കാവുന്ന വിളനിലമായി മാറിയതായി കായിക വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾ ഗുരുതര ആരോപണവുമായാണ് രംഗത്തെത്തിയത്. അഴിമതിയുടെ കൂത്തരങ്ങായി ചാത്തന്നൂർ സബ് ജില്ലാ കായികമേള മാറിയെന്നും രക്ഷകർത്താക്കൾ ആരോപിക്കുന്നു. ചില പ്രത്യേക സ്കൂളുകളെ കേന്ദ്രീകരിച്ചുള്ള കായിക അധ്യാപകരുടെ വിദ്യാർത്ഥികൾ മാത്രം എല്ലാ ഇനങ്ങളിലും മുൻപന്തിയിൽ വരച്ചുകാട്ടി ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുന്നതിന് പിന്നിലെ രസതന്ത്രം ചോദ്യം ചെയ്താൽ പുച്ഛത്തോടെ കാണുന്ന സംഘാടകരായി നിൽക്കുന്ന കായിക അധ്യാപകരുടെ നികൃഷ്ടമായ പെരുമാറ്റം വളർന്നുവരുന്ന ഒരു കായിക തലമുറയെ തന്നെ ഉന്മൂലനം ചെയ്യുകയാണെന്ന ഗുരുതരമായ രക്ഷകർത്താക്കളുടെ ആരോപണമാണ് ഉയർന്നുവരുന്നത്. ഇപ്പോൾ നമ്മളിവിടെ അതായത് സബ് ജില്ലാ സംസ്ഥാനതല മത്സരം നടക്കുന്ന ഒരു മീറ്റാണ്. കാരണം അത് ആദ്യം തുടങ്ങുന്നതെന്ന് പറയുന്നത് സബ് ജില്ല തൊട്ടാണ്. ഈ സബ് ജില്ല തൊട്ട് ഈ സബ് ജില്ലയെ മത്സരിച്ച് വിജയിക്കുന്ന കുട്ടികളാണ് ജില്ലയിലും പോണത്. അത് കണക്കന്നെ ജില്ലയെ പ്രതികരിച്ച് സംസ്ഥാന മീറ്റിൽ പോകുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഈ കായിക താരങ്ങൾ ഒത്തിരി കുട്ടികൾ, അതായത് എല്ലാ സ്കൂളിൽ നിന്നും കുട്ടികൾ സബ് ജില്ലാ മീറ്റ് മത്സരത്തിന് വന്ന്. കാരണം ആ കുട്ടികൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങളിവിടെ വന്നപ്പം എൻ്റെ മോനും എൻ്റെ സ്കൂളിൽ നിന്നും എൻ്റെ മോനെ ഞാനിവിടെ കൊണ്ടുവന്ന് പങ്കെടുപ്പിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ നടക്കുന്ന മത്സരം എന്ന് പറയുന്നത് കരാട്ട കണക്കുള്ള മത്സരമാണ്. കരാട്ട സ്പോർട്സ് മത്സരമല്ല നടക്കുന്നത്, കരാട്ട മത്സരം ഇവിടെ നടക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒട്ടും കൊള്ളത്തില്ല. കാരണം കുണ്ടും കുഴിയും, മൊത്തത്തിൽ കുണ്ടും കുഴിയാണ് ഗ്രൗണ്ട്. അതേ കണക്ക് തന്നെ ലോൺ ജമ്പ് ബിറ്റ്. ഈ ലോൺ ജമ്പ് ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര കുട്ടികൾക്ക് ഇന്ന് അപകടം പറ്റിയെന്നറിയാവോ? ആ ലോൺ ജമ്പ് ബിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ജമ്പ് ചെയ്ത 3-4 കുട്ടികൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതേ കണക്ക് തന്നെ ഈ ട്രാക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരങ്ങൾ നടത്തുമ്പോൾ നമ്മളിപ്പോൾ 400 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ 200 മീറ്റർ ട്രാക്കാണ് ഇവിടെ കുട്ടികൾക്ക് കൊടുത്തത്. പല സ്കൂളുകളിൽ നിന്നും വന്നത് ഒന്നും അറിഞ്ഞുകൂടാത്ത കുട്ടികളാണ്. അപ്പോൾ ഇവിടെ വന്ന് മത്സരിച്ചപ്പോൾ ആ കുട്ടികൾ 200 മീറ്റർ ട്രാക്കിൽ ഓടുമ്പോൾ 400 മീറ്റർ ഓട്ടം എന്ന് പറഞ്ഞാൽ 2 റൗണ്ടാണ് ഓടേണ്ടതുള്ളത്. അപ്പം ചില കുട്ടികൾ ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തായിരുന്നു. അപ്പോൾ ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ കുട്ടികളെ ഒരുമിച്ച് നിർത്തിയാണ് ഇവിടെ ഈ 400 മീറ്റർ, അതായത് 400 മീറ്റർ സ്പ്രിന്റ് ഇവൻ്റാണ് 400 മീറ്റർ. ഈ ലോങ് റേസ് ചെയ്യുന്ന കണക്കാണ് ഇവിടെ കുട്ടികളെ 400 മീറ്ററിന് പങ്കെടുപ്പിച്ചത്. അവർക്ക് ട്രാക്ക് കൊടുക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാതെ കൂട്ടത്തോടെ ഇട്ട് ഇവിടെ ബ്ലോക്ക് ചെയ്യുമായിരുന്നു. കാരണം ഓരോ സ്കൂളിലെ കുട്ടികളെ ബ്ലോക്ക് ചെയ്യുകയാണ്. കാരണം അവർക്ക് അറിയാവുന്ന അധ്യാപകർ ബ്ലോക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് മത്സരത്തിൽ നിന്ന് അവർ മത്സരം നേടുകയാണ്. കാരണം കുട്ടികളെ ബ്ലോക്ക് അറിഞ്ഞൂടാത്ത കുട്ടികൾ, അറിഞ്ഞൂടാത്ത സ്കൂളുകൾ, അവിടെ നിന്ന് വരുന്ന ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാറന്മാർ, ഇവർക്കൊന്നും അറിഞ്ഞുകൂടാ. കാരണം ലേഡീസ് ടീച്ചർമാരാണ് ഏറ്റവും കൂടുതൽ. അവർക്ക് നല്ല രീതിയിലൊന്നും അറിയാത്ത കാര്യങ്ങളൊന്നും അറിയത്തില്ല. അവരൊക്കെ അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കും. കാരണം ഇവിടെ ഇരിക്കുന്ന കുറച്ച് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാറന്മാർ അവരെ നിലനിൽപ്പിന് വേണ്ടി കുട്ടികളെ കൊണ്ട് തന്നെ ബ്ലോക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് തന്നെ അവരെ കുട്ടികൾക്ക് മെഡൽ വരാനായിട്ട് അവർ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഇത് ചെയ്യുകയാണ്. അറിഞ്ഞൂടാത്ത കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്ത് അവർ പരാജയപ്പെട്ട് അവരെ വീട്ടിൽ പോകും. നല്ലൊരു കായിക താരങ്ങളൊക്കെ ആയിരിക്കും അത്. അവരിങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ അവർക്ക് മുന്നോട്ട് ഓടാക്കത്തില്ല. അവർക്ക് മുന്നോട്ട് ഓടാതെ അവരവിടെ ഡൗൺ ആവും. അല്ലെങ്കിൽ അവരെ കാലിൽ കയറി, അല്ലെങ്കിൽ കാലിനകത്ത് അടിക്കുകയാണ്, അല്ലെങ്കിൽ ബോഡിയിൽ സ്ട്രെച്ച് ചെയ്യുകയാണ്. ഇങ്ങനെ കുട്ടികളെ തെള്ളുമ്പോഴത്തേക്ക് കുട്ടികൾ തറയിൽ വീണ് അവർക്ക് പരിക്ക് പറ്റുകയാണ്.